ഷിബു ബേബി ജോൺ പറഞ്ഞ ഈ വാക്കുകൾ രാഷ്ട്രീയമായി ശരിയാണോ എന്നുള്ള ചോദ്യം, പൊളിറ്റിക്കലി കറക്റ്റാണോ എന്നുള്ള ചോദ്യം ഉയർന്നേക്കാം. കാടന്മാർ മാത്രം ചെയ്യുന്ന കാര്യമാണ് ഇത്. കാടന്മാർ, കാടത്തം. അപ്പോൾ ആദിവാസികളെ നിന്ദിക്കുന്ന ഒരു പ്രയോഗമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. കാരണം കാടന്മാർ അങ്ങനെ ആരെയും മൂക്കടിച്ച് പൊട്ടിക്കുക ഇല്ല. അവർ കാടിനകത്ത് ജീവിക്കുന്നു, ആദിവാസികളായിട്ട് ജീവിക്കുന്നു, മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്നു, അവരുടെ പരമ്പരാഗത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കുന്നു. നാട്ടിലുള്ള നഗരവാസികളായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന അത്രയും ക്രൂരതകളൊന്നും കാട്ടിലുള്ള ആദിവാസികൾ ചെയ്യാറില്ല. അതുകൊണ്ട് കാടന്മാർ ചെയ്യുന്നത് പോലെ എന്ന് പറയുന്നത് കാട്ടിൽ താമസിക്കുന്ന ഗോത്രവിഭാഗക്കാർ, ആദിവാസികൾ എന്നിവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതിലേക്കുള്ള ആരോപണം ഒരു പക്ഷേ വന്നേക്കാം. കാടത്തം, കാടന്മാർ എന്നീ പ്രയോഗങ്ങൾ ഷിബു ബേബി ജോൺ നടത്തിയത് ഉചിതമാണോ എന്ന് ആലോചിക്കുക. ജനപ്രതിനിധിയായ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതോടെ കേരള പോലീസിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ക്രിമിനലുകളായ SFIക്കാരെ പോലീസ് സേനയിൽ തിരികെ കയറ്റിയതാണ് ഇത്തരം സംഭവങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹവും ഷാഫി പറമ്പിൽ MPയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കൂടി SFI കേരളത്തിന്റെ ക്യാമ്പസുകളിലും പൊതുയിടങ്ങളിലും അഴിഞ്ഞാടുകയാണ്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും രക്തത്തിൽ മുക്കിക്കൊല്ലാനാണ് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പോലീസ് സേനയുടെ ക്രെഡിബിലിറ്റി തകർന്നിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയെ പോലും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന തലത്തിലേക്ക്, തല പോലും അടിച്ചു പൊളിക്കുന്ന തലത്തിലേക്ക് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിന്റെ പോലീസ് സംവിധാനം എന്നുകൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മുഴുവൻ ക്രിമിനലുകൾക്കും പൊളിറ്റിക്കൽ പാട്രണേജ് CPM കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചെയ്തികളിലേക്ക് അവർ കടക്കുന്നത്. കേവലം 5-6 മാസത്തിന് ശേഷം നിങ്ങൾ ഈ അധികാരത്തിൽ നിന്ന് പിണറായി വിജയന്റെ സർക്കാർ താഴെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പട്ടിക തയ്യാറാക്കി അതിൽ നിങ്ങൾ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ തുടച്ചു നീക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഒരു താക്കീത് കൂടി നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.